നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പുഴയിൽ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിനിയാണ് മരിച്ചത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡന കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാഭവൻ നവാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് വാർഷികം ആഘോഷിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി പുഴയിൽ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ പ്ലാന്റേഷൻ പള്ളിയുടെ ഭാഗത്താണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി ചക്കുങ്ങൽ രാജീവ് കുമാറിന്റെ ഭാര്യ ലിപ്സിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് പിള്ളപ്പാറ ഒരു യുവതി പുഴയിൽ ചാടുന്നത് നാട്ടുകാർ കണ്ട് പോലീസിൽ അറിയിച്ചിരുന്നു. യുവതിയുടെ സ്കൂട്ടർ പുഴയുടെ തീരത്ത് നിന്ന് ലഭിച്ചു. തുടർന്ന് പുഴയിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഷ്ടമിച്ചിറ LP സ്കൂളിലെ അധ്യാപികയാണ്. അതിരപ്പള്ളി മലക്കപ്പാറ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡന കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിച്ചു. പോക്സോ കേസിലെ പ്രതി ഓട്ടോറിക്ഷയിൽ വെച്ച് ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ചു. ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ബാലകൃഷ്ണനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 7:50 പൈങ്കുളത്ത് വെച്ചാണ് സംഭവം. പൈങ്കുളം അയ്യപ്പ എഴുത്തച്ഛൻ പടി സെന്ററിൽ നിന്ന് ബാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ ഓട്ടോറിക്ഷയിൽ കയറി പാഞ്ഞാൾ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. യാത്രക്കിടയിൽ ബാലകൃഷ്ണൻ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഡ്രൈവറായ ഉണ്ണികൃഷ്ണന്റെ കഴുത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഭയന്ന ഉണ്ണികൃഷ്ണൻ ഉടൻ തന്നെ ഓട്ടോറിക്ഷ നിർത്തി സമീപത്തെ ഒരു വീട്ടിൽ അഭയം തേടി. തുടർന്ന് നാട്ടുകാർ അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഉണ്ണികൃഷ്ണനെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാഭവൻ നവാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. നവാസിനൊപ്പം ദീർഘകാലം കലാരംഗത്ത് പ്രവർത്തിച്ച കലാഭവൻ ബെന്നി അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ TD എലിസബത്ത്, പീറ്റർ കലാഭവൻ ജോബി, സെക്രട്ടറി കലാഭവൻ സുധി, ഗായകൻ സുധീഷ് ചാലക്കുടി, ഡോക്ടർ KO ജോസഫ്, PM അസീസ്, മായ ശശികുമാർ, ഡോക്ടർ സുനിൽകുമാർ, ധനുഷ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് വാർഷികം ആഘോഷിച്ചു. വാർഷിക പൊതുയോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 48 വർഷം കിഴക്കൻ മലയോര മേഖലയിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന രോഗികൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് രക്ഷാധികാരി കൂടിയായ ഡോക്ടർ ജോയ് കട്ടക്കയത്തെ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജി കുന്നേൽ ആദരിച്ചു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. വർഗീസ് പൊറായി, ബെന്നി നബേലിൽ, ഓമന ജോസ്, TT ബേബി എന്നിവർ പ്രസംഗിച്ചു. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് 1,30,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ EK സദാശിവൻ, അളഗപ്പനഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ജിജോ ജോൺ,
ബ്ലോക്ക് മെമ്പർ ടെസി വിൽസൺ, വാർഡ് മെമ്പർ ദിനിൽ പാലപ്പറമ്പിൽ, കൊടകര BBC അനൂപ് TR, PTA പ്രസിഡന്റ് NS ശാലിനി, വിദ്യാലയ വികസന സമിതി ചെയർമാൻ K ശേഖരൻ, OSA പ്രസിഡന്റ് ടോണി സേവ്യർ, കൊടകര ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രതീഷ് MJ, കില പ്രതിനിധി വർഷ മേനോൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സരീഷ് CS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പാൾ SK മധുചന്ദ്രൻ സ്വാഗതവും പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ് നന്ദിയും രേഖപ്പെടുത്തി. സ്കൂളിൽ നിന്ന് SSLC, +2 ഫുൾ A+ നേടിയ കുട്ടികൾക്കും USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുമുള്ള സമ്മാനദാനവും MLA നിർവഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. കൊരട്ടി പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ 1.5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് ചെലവഴിച്ചത്. കൊരട്ടി പഞ്ചായത്തിലെ മത്സ്യ കർഷകരായ ജോർജ് TD തെക്കിനിയത്ത്, ബേബി മുക്രാപ്പിള്ളി, ബൈജു PC പുളിക്കൻ, ജിമ്മി കരേടൻ, വർഗീസ് പാറേക്കാടൻ എന്നിവർക്ക് 30,000 രൂപ ചെലവ് വരുന്ന ഫൈബർ വള്ളങ്ങൾ കൈമാറി. മത്സ്യബന്ധന ക്ഷേമനിധിയിൽ അംഗത്വവും ലൈസൻസും ഉള്ളവർക്കാണ് വള്ളം കൈമാറിയത്. 3 പേർക്ക് കയറി മത്സ്യബന്ധനം നടത്താവുന്ന വിധമാണ് വള്ളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫൈബർ വള്ളങ്ങളുടെ കൈമാറ്റ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനൂർ റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ GC പോൾ, PS സുമേഷ്, റെയ്മോൾ ജോസ്, ലിജോ ജോസ്, ഷിമ സുധീൻ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത AS, മത്സ്യവികസന സ്റ്റോക്ക് വകുപ്പ് ഓഫീസർ ജിബിന MM, ജോർജ് TD എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പുഴയിൽ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിനിയാണ് മരിച്ചത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡന കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാഭവൻ നവാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് വാർഷികം ആഘോഷിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.